ബൈക്ക് യാത്രക്കാരെ കാട്ടുപോത്ത് ആക്രമിച്ചു. കള്ളിക്കാട് സ്വദേശികളായ സജീവ് കുമാർ, ചന്ദ്രൻ എന്നിവരെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. കള്ളിക്കാട് വിയക്കോണത്ത് നിന്ന് കള്ളിക്കാട് ജംഗ്ഷനിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യവേ റോഡിൽ നിന്ന കാട്ടുപോത്താണ് ഇരുവരെയും ആക്രമിച്ചത്. ചന്ദ്രനും സജീവ് കുമാറും തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. സംഭവ സ്ഥലത്ത് നിന്ന് 1/2 കിലോമീറ്റർ മാത്രമാണ് നെട്ടുകാൽത്തേരി ഓപ്പൺ ജയിലിന്റെ റബ്ബർ പുരയിടം. ആക്രമണത്തിന് ശേഷം നെയ്യാർ കനാൽ ചാടിക്കടന്ന് ജയിൽ കോമ്പൗണ്ടിലേക്ക് കടന്നതായും പോകുന്ന വഴിയിലും കാൽനട യാത്രക്കാരനായ ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നും ദൃക്സാക്ഷികൾ പറയുന്നു. ഒറ്റയാൻ കാട്ടുപോത്താണ് ആക്രമിച്ചത്. ജയിൽ പുരയിടം കാട് കയറി കിടക്കുന്നതിനാൽ വനത്തിൽ നിന്ന് കാട്ടുപോത്ത് ജയിൽ പുരയിടത്തിലെത്തി സ്ഥിരമായി തമ്പടിച്ചു കിടക്കുന്നുണ്ട്. ഇതിനെ ജയിൽ കമ്പൗണ്ടിൽ നിന്ന് തുരത്തി വനത്തിലേക്ക് കയറ്റിയില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ പറയുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിൽ വനം വകുപ്പിന് വിവരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളിക്കാട് ജംഗ്ഷന് സമീപത്തായിട്ട് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നമ്മളെ 2 നാട്ടുകാർക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്. രണ്ടുപേരും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. നമുക്കറിയാം, വളരെ കാലങ്ങളായി നമ്മുടെ നാട്ടിലേക്ക് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദേവങ്കോട് ഭാഗത്ത് നിന്ന് ജയിലിൻ്റെ വകുപ്പിൻ്റെ ഉള്ള വസ്തുവിലാണ് ഇത് വരികയും അവിടെ നിന്നതിന് ശേഷം അവിടെ നിന്നാണ് ജനവാസ മേഖലയിലേക്ക് വരുന്നത്. കഴിഞ്ഞ 1 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ കാട്ടുപോത്തിൻ്റെ ആക്രമണം ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അതും ഫോറസ്റ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോൾ ഇങ്ങനെ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി ആക്രമണം നടത്തി കഴിഞ്ഞാലും അത് മനുഷ്യരുടെ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരോട് എനിക്ക് പറയാനുള്ളത്, ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപോത്തിനെ എത്രയും പെട്ടെന്ന് തന്നെ തുരത്തി വനമേഖലയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അത് വെളിയിലിറങ്ങാതെ ഫെൻസിങ് അടിച്ച് ജനവാസ മേഖലയിലേക്ക് വരാതെ സംരക്ഷിക്കണമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിനോട് പറയാനുള്ളത്.